ഇന്നിപ്പോ നമ്മുടെ സാമൂഹിക ചരിത്രത്തിൽ ഏറെ വിവാദമായ ഒരാളുണ്ട്, വേടൻ. ആ വേടന്റെ ഒരു പാട്ടുണ്ട്. കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊങ്ങൂല. അപ്പൊ ആ പാട്ടിനെ, വേടന്റെ പാട്ട് അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ വേദനകളെ എടുത്തു പറയുന്ന ഒരു ഉണർത്തുപാട്ടായിട്ടാണ് കേരളത്തിലെ പൊതുവെ കുറച്ച് വിവരവും ബോധമുള്ള ഒരു വിലയിരുത്തൽ. അപ്പോ നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്നുണ്ട്, കേരളത്തിൽ കുറെ നാളുകളായി ധാരാളം കുട്ടികളെ കാണാതെ പോയിട്ടുണ്ട്. വേടൻ പറയുന്നത് കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊന്തൂലെന്ന്. അതുകൊണ്ട് ഈ കാണാതായ കുട്ടികളെയൊക്കെ കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തുന്ന ഒരു ഗൂഢസംഘം വേടന്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പാട്ടെഴുതിയെന്ന്. ഈ വിവരക്കേടെന്ന് പറയുന്ന ഒരു കുറവല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നി, ഇവിടെ എവിടെയൊക്കെയോ ഈ വിദ്യാരംഭം നടക്കുമ്പോ പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ നാടുകളിൽ തിരുവനന്തപുരത്ത്, എറണാകുളം, മറൈൻ ഡ്രൈവിൽ, കേരളത്തിലുടനീളം ജ്യൂസ് ഷോപ്പുകളുണ്ട്. അവിടെ എവിടെയൊക്കെയോ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നുണ്ട്. അല്ലേ പിന്നെ അവരതങ്ങനെ എഴുതുവോ? ഒരു കവിയുടെ ഭാവനയിൽ അയാൾ എഴുതി തീർക്കുന്നതിന്റെ പുറകെ ഇൻവെസ്റ്റിഗേഷനുമായി പോകുന്ന ആളുകളെയൊക്കെ കാണുമ്പോ ഇവരുടെയൊക്കെ മുമ്പിൽ പഠിക്കാനിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് ചിരി വരിക. പെനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിച്ചിട്ടുണ്ടാവൂലോ. നമ്മൾ കേൾക്കുന്നത് എന്താണോ, നമ്മൾ കാണുന്നത് എന്താണോ, അതിനെക്കുറിച്ച് നമുക്ക് ബോധവും ബോധ്യവും ഉണ്ടാവണം. ഒരു സമൂഹത്തെ അഹങ്കാരത്തോടെ നടന്ന ഒരു ജനതയെ അള്ളാഹു നശിപ്പിച്ചത് മഴ കൊണ്ടാണ്. അപ്പൊ ഈ മഴ ഇങ്ങനെ തിമിർത്തു പെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? മഴ തിമിർത്തു പെയ്യണം. കരണ്ട് പല സമയത്തും ഇല്ല. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് നമ്മൾ ആദ്യം ഇൻവെർട്ടറിന് ബാറ്ററിയിൽ വെള്ളം ഉണ്ടോ നോക്കും. ഫസ്റ്റ് ആദ്യം മഴയുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻവെർട്ടറിലെ ബാറ്ററിയിൽ വെള്ളം ഉണ്ടോ നോക്കും. രണ്ടാമത് അടുത്തുള്ള ആളുകളുടെ എമർജൻസി നമ്പരൊക്കെ എഴുതും. ഇങ്ങനെ അതിന്റെ മുൻകരുതലുകളെല്ലാം നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ പല രീതിയിലുണ്ട്. മഴ പല രീതിയിലുണ്ട്. പേമാരി. നമ്മളിപ്പോ മലയാളത്തിലും മഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നല്ലേ പറയാൻ പറ്റൂ? അതിൽ കൂടുതൽ പറയാൻ പറ്റുമോ? ഇല്ല. ഖുർആനിൽ മഴയെക്കുറിച്ച് പ്രയോഗിക്കുന്ന പദം 3 പദമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഖുർആനിൽ മഴ എന്നതിന് 3 പദം ഉപയോഗിക്കും. ഒന്ന് മത്തർ, മഴ. വാബിൽ, മഴ. ഗൈസ്, വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, മഴ. ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദ, മഴ. ഖുർആനിലും മഴയെക്കുറിച്ച് പറയാൻ 3 വാക്ക്. മലയാളത്തിൽ മഴയെക്കുറിച്ച് പറയാൻ മഴ.